നമസ്കാരം. ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാനിവിടെയുള്ളത് ഇപ്പം നോർവിച്ചിൽ, അതായത് UK നോർവിച്ച് എന്ന് പറയുന്ന സ്ഥലത്താണ്. എൻ്റെ ഈ പുറകിൽ കാണുന്ന ഈ വലിയ ബിൽഡിങ് UK നോർവിച്ചിലുള്ള ആംഗ്ലിയ സ്ക്വയർ എന്ന ഷോപ്പിംഗ് കോംപ്ലക്സാണ്. അത് ഒരു 55 വർഷം മുമ്പ് പണിതതാണ്. അന്നത്തെ കാലത്ത് വളരെ വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആയിരുന്നു. ഇപ്പോൾ അത് പല കാരണങ്ങൾ കൊണ്ട് അത് ഇടിച്ചു നിരത്തുകയാണ്. അപ്പോൾ അതിൻ്റെ ഡിമോലേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിലോട്ട് എത്തിക്കുന്നത്. അപ്പോൾ അത് എന്താണെന്ന് ഒന്ന് നോക്കാം കേട്ടോ. ഈ ആംഗ്ലിയ സ്ക്വയറിൻ്റെ ഹിസ്റ്ററി നമ്മൾ നോക്കുമ്പം അത് സെക്കൻഡ് വേൾഡ് വാറുമായിട്ട് ഒന്ന് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ സെക്കൻഡ് വേൾഡ് വാർ സ്റ്റാർട്ട് ചെയ്തത് 1939 ഹിറ്റ്ലർ പോളണ്ട് ആക്രമിച്ചതോടുകൂടിയാണ്. അത് ഏകദേശം 6 വർഷത്തോളം കണ്ടിന്യൂ ചെയ്തു. ലോകത്തുള്ള മിക്ക രാജ്യങ്ങളും അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഏകദേശം 60 തൊട്ട് 75 മില്യൺ വരെ ആളുകൾ മരിച്ചതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. UK തന്നെ ഏകദേശം ഒരു 4,50,000 ആളുകൾ മരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ നോർവിച്ചിൽ വരുമ്പോൾ ഒരു 350ഓളം ആളുകൾ മരിച്ചു. അതുപോലെ തന്നെ ഒരു 2000 വീടുകൾ നശിക്കപ്പെടുകയും ഓഫീസുകൾ നശിക്കപ്പെടുകയും ഒരു 27,000 ഓഫീസുകളോളം ഡാമേജ് ആവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ആംഗ്ലിയ സ്ക്വയർ ഇരുന്നിരുന്ന സ്ഥലത്ത് ഉണ്ടായിരുന്ന ഷോപ്പുകളും ബിൽഡിങ്ങുകളുമൊക്കെ അന്ന് ഈ ബോംബിങ്ങിൽ നശിക്കപ്പെട്ടതായിട്ടാണ് പറയപ്പെടുന്നത്. അങ്ങനെ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം നോർവിച്ചിൽ സിറ്റി കൗൺസിൽ പലതരത്തിലുള്ള റീഡെവലപ്മെൻറ്റ് നടത്തി. അപ്പോൾ ആ കൂടെ 1964-65 കാലഘട്ടത്തിൽ ആംഗ്ലിയ സ്ക്വയറിൻ്റെ റീഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അന്ന് ചെറിയ ചെറിയ ഷോപ്പുകൾ, ബാങ്കുകളൊക്കെ ആയിട്ടിരുന്ന സ്ഥലത്ത് അവർ പുതിയൊരു ബിൽഡിങ്, പുതിയൊരു ഷോപ്പിംഗ് സെൻറ്റർ, എല്ലാ ഫെസിലിറ്റികളും കൂടിയുള്ള അതായത് ഈസ്റ്റ് ആംഗ്ലിയയ്ക്ക് എല്ലാവർക്കും വന്ന് ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള ഒരു വലിയൊരു ബിൽഡിംഗ് ആയിരുന്നു അന്ന് പ്ലാൻ ചെയ്തത്. അങ്ങനെ 1970 ഈ ആംഗ്ലിയ സ്ക്വയർ ഓപ്പണായി. ഒരു 6 വർഷം എടുത്തു അത് ബിൽഡ് ചെയ്യാനായിട്ട്. അതിനകത്ത് ഷോപ്പിംഗ് മാളുകൾ, പലതരത്തിലുള്ള ഷോപ്പിംഗ് സെൻറ്റർ, അതായത് അഫോർഡബിൾ ആയിട്ടുള്ള എക്കണോമിക്കലായിട്ടുള്ള ഷോപ്പിംഗ് സെൻറ്ററുകളായിരുന്നു. പിന്നെ ബാങ്കുകൾ, സിനിമ തിയേറ്ററുകൾ, അങ്ങനെ പല ഫെസിലിറ്റീസുകളും ആൾക്കാർക്ക് ഉപയോഗിക്കത്തക്ക രീതിയിൽ ഉണ്ടായിരുന്നു. (2025) നവംബറിൽ ഇത് കംപ്ലീറ്റ് ക്ലോസ് ചെയ്തിട്ട് അതിൻ്റെ ഡിമോലിഷൻ സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം 6 മാസത്തിനുള്ളിൽ ഇതിൻ്റെ ഡിമോലിഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതായത് ഏപ്രിൽ 2026 കൂടി അത് കംപ്ലീറ്റ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ പുതിയ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, ഈ ഗ്രീൻ വാളുകൾ ഒക്കെ കാണുന്നത് ഡിമോലിഷന് വേണ്ടിയിട്ട്, സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നതാണ്. ആവശ്യത്തിനുള്ള സൈനേജുകളും എല്ലാം അവിടെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്തിരിക്കുന്നതാണ്.
you let me go? No, you never come back. I'ma be the best that you never had. Won't you let me go? No, you never come back. I'ma be the best that you never had. I'ma kick back. ഞങ്ങൾ ബസ്സുമായിട്ട് പോകുന്നത് ഈ റോഡ് വഴിയാണ്. യെല്ലോ കളർ കാണുന്നതാണ് ഞങ്ങളുടെ ബസ്. ഈ കാണുന്ന ചുവന്ന ബിൽഡിംഗ് എന്ന് പറയുന്നത് മൾട്ടി സ്റ്റോറി കാർ പാർക്കിംഗ് ഫെസിലിറ്റീസ് ആയിരുന്നു ഈ ആംഗ്ലിയ സ്ക്വയറിലുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാം ഒത്തിരി സൈനേജസ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ റോഡ് ഫെബ്രുവരി 1 മുതൽ 6 ആഴ്ചത്തേന് ക്ലോസ് ആണ്. ഇവിടെ ഓൾറെഡി ബോർഡ് വെച്ചിട്ടുണ്ട്. ഒരു മാസമായിട്ട് ഈ ബോർഡ് ഇവിടെ ഉണ്ട്. ഇവിടെ നോർമലി ഇങ്ങനെയാണ്, ഒരു 1 മന്ത് അഡ്വാൻസ് ആയിട്ട് ബോർഡുകൾ ഫിറ്റ് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും അതനുസരിച്ച് പ്ലാൻ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ്. ഏപ്രിൽ ഇതിൻ്റെ ഡിമോളിഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ റീഡെവലപ്മെൻറ്റ് പ്ലാൻ എന്ന് പറയുന്നത് ഏകദേശം ഒരു 350 മില്യൺ പൗണ്ടിൻ്റെയാണ്. അത് 1100 വീടുകളും 8000 സ്ക്വയർ ഫീറ്റോളം റീറ്റെയിലും ഓഫീസും ലേഷർ ഫെസിലിറ്റീസും ഒക്കെ കൂടി ആയിട്ടുള്ള ഒരു 20 സ്റ്റോറീഡ് ബിൽഡിംഗ് ആണ് അവർ പ്ലാൻ ചെയ്യുന്നത്. ഓൾറെഡി കൺഫേംഡ് ആണ്. അപ്പം അത് എനിക്ക് തോന്നുന്നത് നോർവിച്ചിലെ ഏറ്റവും പൊക്കം കൂടിയ ബിൽഡിംഗ് ആയിരിക്കും അത് പണി കഴിയുമ്പം.